ഇംഗ്ലീഷിൽ നമ്മൾ ചെറിയ ചെറിയ വേർഡ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ. അത് പഠിച്ചിട്ട് നമുക്ക് ഗ്രാമറിലേക്ക് ഡയറക്റ്റ് കയറാം. ഇപ്പോഴേ നമ്മൾ ഗ്രാമർ കയറിയാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു വാക്കാണ് നമ്മൾ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരോടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പറയും, എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, പോയിട്ട് തീർക്കാൻ എന്ന് പറയും. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഗോ, അല്ലെങ്കിൽ ഷാൾ ഐ ഗോ എന്ന് നമ്മൾ പറയുക. എന്താണ് പറയേണ്ടത്? ഐ വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം, അല്ലെങ്കിൽ ഷാൾ ഐ ഗോ, ഞാൻ പോട്ടെ എന്നൊക്കെയാണ് ഇതിനർത്ഥം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുക ഐ ഹാവ് സം വർക്ക് ടു ഡു. എന്താണ്? ഐ ഹാവ് സം വർക്ക് ടു ഡു. ഐ ഹാവ് സം വർക്ക് ടു ഡു. അതിനർത്ഥം ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, സം വർക്ക് കുറച്ച് വർക്ക്, ടു ഡു ചെയ്യുവാൻ എന്നുള്ളതാണ്. അപ്പോഴെന്താ പറയേണ്ടത്? ഐ വാണ്ട് ടു ഗോ, അല്ലെങ്കിൽ ഷാൾ ഐ ഗോ ബിക്കോസ് ഐ ഹാവ് സം വർക്ക് ടു ഡു. അതായത് എനിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത് ഇതിനർത്ഥം. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്, നീ വരുന്നോ എൻ്റെ കൂടെ, അല്ലെങ്കിൽ നീ വരുന്നോ, അല്ലെങ്കിൽ നീ പോകുന്നോ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാമോ? നീ വരുന്നോ എന്ന് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് ഡു യു കം. എന്താണ്? ഡു യു കം, നീ വരുന്നോ. അല്ലെങ്കിൽ നീ പോകുന്നോ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് പറയേണ്ടത് ഡു യു ഗോ, നീ പോകുന്നോ. ഡു എന്ന് ചേർത്ത് പറഞ്ഞാൽ എന്താണ്? അത് പോകുന്നോ എന്നല്ല, ചെയ്യുന്നോ എന്നുള്ള അർത്ഥമാണ്. ഇനി ഞാൻ കുറച്ചുകൂടെ ഗ്രാമറിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയുകയാണ്. ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ ഈ പ്രസൻറ്റ്, അതായത് നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഒരു സമയം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇനി പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവി കാലം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഇനി വരാനുള്ളത് രാത്രി സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയത് രാവിലെയുള്ള സമയം. അപ്പോൾ നമ്മൾ ആ ഉച്ചയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം രാവിലെ എന്നുള്ള സമയം എന്ന് പറഞ്ഞാൽ പാസ്റ്റും, ഉച്ചയ്ക്ക് എന്നുള്ള ഈ സമയം, ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അപ്പോഴുള്ള കാര്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയ്ക്ക് നിൽക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. രാവിലെ എന്താണ് ആ സമയത്ത്? പാസ്റ്റും. ഉച്ചയ്ക്ക് എന്താണ്? പ്രസൻറ്റും. രാത്രിയിൽ ഇനി വരാനുള്ളത് എന്താണ്? ഫ്യൂച്ചറുമാണ്. അതിനകത്ത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് എന്നുള്ള മീനിങ്ങിൽ, അതായത് പ്രസൻറ്റ്, ഇപ്പോൾ നടക്കുന്ന കാര്യം എന്നുള്ള മീനിങ്ങിലുള്ള കുറച്ച് സംഭാഷണ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നീ വരുന്നോ, നീ പോകുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്? അതൊക്കെ സിമ്പിൾ പ്രസൻറ്റ്, അതായത് ടെൻസിലേക്ക് ഞാൻ കൂടുതൽ കറക്കുന്നില്ല. പ്രസൻറ്റ്, അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള, ഇപ്പോഴതിൻ്റെ ആക്ഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഡു യു കം, നീ വരുന്നോ, അല്ലെങ്കിൽ ഡു യു ഗോ, നീ പോകുന്നോ എന്നൊക്കെ ഉള്ളതാണ് അതിനർത്ഥം. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിട്ട് കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊക്കെ പറയാറുണ്ട്, ഇത് ശരിയല്ലേ, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ രണ്ട് അർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമർ പഠിക്കുമ്പോൾ പല വാക്കുകളും നമ്മൾ പറയുന്നത് വളരെ വളരെ അർത്ഥ വ്യത്യാസമുണ്ട്. എല്ലാം ഒരുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു, ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ശരിയല്ലേ. ഇത് രണ്ട് അർത്ഥമാണ്. ഓക്കെ. രണ്ടർത്ഥം എന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയല്ലേ, രണ്ട് സമയത്താണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ടെൻഷൻ ആവേണ്ട. അത് ഗ്രാമർ അല്ലെങ്കിൽ ഇതൊക്കെ ഈ ടെൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് സിമ്പിളായിട്ട് ഞാൻ കുറച്ചുകൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് ശരിയല്ലേ, അത് ശരിയല്ലേ, അല്ലെങ്കിൽ ഇത് ശരിയല്ലേ, ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്? അപ്പോൾ ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈസ് ഇറ്റ് കറക്റ്റ്, ഈസ് ഇറ്റ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ശരിയാണോ എന്നുള്ളതാണ്. ഇത് ശരിയല്ലേ, ഈസിൻഡിറ്റ്, അതായത് ഈസ് നോട്ട് ഇറ്റ് എന്നുള്ളതാണ്. അത് ചുരുക്കി പറയുന്നതാണ് ഈസിൻഡിറ്റ്. ഞാൻ പിന്നീട് ബോർഡിലൊക്കെ എഴുതി പറയുമ്പോൾ അത് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഓർത്ത് വയ്ക്കുക. ഈസ് ഇറ്റ് കറക്റ്റ്, അതുപോലെ തന്നെ ഈസിൻഡിറ്റ് കറക്റ്റ്. ഓക്കെ. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാറില്ലേ, അത് ശരിയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ അത് ശരിയായിരുന്നു ആണോ, ഇങ്ങനെ സംസാരത്തിൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ എന്നുള്ളത്. അപ്പോൾ ആണോ എന്നുള്ളത് ചേർക്കേണ്ട വേർഡാണ് ഈസ് ഇറ്റ്.
നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് അവസാനം ആണോ എന്ന് ചോദിക്കുന്നതിന് എന്താ ഇസ് ഇറ്റ് എന്ന്. അതേപോലെ തന്നെ എന്തുവാ അല്ലേ എന്ന് ചോദിക്കുന്നതിന് എന്തുവാ ഇസിൻറ്റ് ഇറ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു കൂട്ടുകാരൻ നമ്മളോട് പറയുക അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഞാൻ ചോദിക്കുക ആണോ, അപ്പോൾ എനിക്ക് അതിന് പറയേണ്ടത് എന്താണ് ഇസ് ഇറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. പിന്നെ എന്താണ് ആണോ എന്ന് ചോദിച്ചാൽ ഇസ് ഇറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും എന്നിട്ട് പറയാം അല്ലേ എന്ന് ഞാൻ പറയുക. അപ്പോഴെന്താ പറയേണ്ടത്, രാത്രി മഴ പെയ്യുമായിരിക്കും എന്നുള്ളത് ഇംഗ്ലീഷിൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അല്ലേ എന്ന് ചോദിക്കുന്നത് എന്തുവാ ഇസിൻറ്റ് ഇറ്റ് എന്നുള്ളതാണ്. ആ വേർഡാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ചെറിയ ചെറിയ സംഭാഷണത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് കുറച്ചുകൂടെയൊക്കെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങളുടെ വാക്കുകളിലിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടിരുന്നാൽ മതി. ഞാനത് സമയം പോലെ അത് പറഞ്ഞ് തരാം, എഴുതി തരാം. ഓക്കെ, താങ്ക് യു.